ഹായ് മക്കളെ, എല്ലാവർക്കും സുഗന്ധനയല്ലേ. 23-ാം തീയതിയാണ് ഫിസിക്സ് പരീക്ഷ. നിങ്ങൾ എല്ലാവരും അടിപൊളിയായി തന്നെ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞു തുടങ്ങട്ടെ. നാളെ കൃത്യം 7 മണിക്ക് ഒരു കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് ഞാനും ജസീൽ സാറും വരുന്നുണ്ട്. കാരണം 23-ാം തീയതിക്ക് നാളെ മുതൽ എണ്ണി തുടങ്ങുകയാണെങ്കിൽ 4 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ആ 4 ദിവസം എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം വിശദമായി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സ്റ്റഡി പ്ലാനാണ് നാളെ 7 മണിക്കുള്ളത്. സ്റ്റഡി പ്ലാൻ മാത്രമല്ല, സ്റ്റഡി പ്ലാനിന് ശേഷം നമുക്കൊരു അടിപൊളി ലൈവ് കൂടിയുണ്ട്. കാരണം ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ഒരു രാത്രി നഷ്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അതിനാൽ തന്നെ സ്റ്റഡി പ്ലാൻ കഴിഞ്ഞിട്ട് 7:30 നമുക്കൊരു ലൈവ് കൂടി ഉണ്ടായിരിക്കും. സോ എല്ലാവരും ഉണ്ടായിരിക്കണം, ഒരു സംശയവും വേണ്ട. ഇത്ര നാൾ ഞാനൊന്നും പഠിച്ചിട്ടില്ല, കൃത്യമായിട്ട് എനിക്ക് മോഡൽ എക്സാമിന് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിലും ഒരു ടെൻഷനും വേണ്ടടാ, സൈലം ഉണ്ടടാ. ഇനി അങ്ങോട്ടുള്ള 4 ദിവസം കൃത്യമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, സൈലത്തിന്റെ ലൈവ് ക്ലാസ് കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ A+ അല്ല ഞാൻ ഉറപ്പ് നൽകുന്നത്, ഫുൾ മാർക്ക് ഞാൻ ഉറപ്പ് തരും. ഒരു ടെൻഷനും വേണ്ട. A+ അപ്പുറം സ്വപ്നം കാണാൻ നിങ്ങൾ പഠിക്കുക. ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡാണ് മക്കളെ, ഒരു സംശയമില്ല. പക്ഷെ ഇനി അങ്ങോട്ടുള്ള 4 ദിവസം സൈലം പറയുന്നത് കേട്ട് സൈലത്തിന്റെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് കിടക്കാൻ പോവാണ്. ഇനി വീഡിയോയിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും പരീക്ഷയിൽ എത്ര മാർക്കിനാണ് ചോദ്യം വരിക, അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കാൻ. സോ അതിനാൽ തന്നെ ചാപ്റ്റർ വൈസ് വെയിറ്റേജിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനമാക്കിയ വെയിറ്റേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് വരും. അത് ഏത് ചാപ്റ്ററിൽ വരും എന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സോ മക്കളെ, തുടങ്ങുകയാണ്. ആദ്യം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് ഓഫ് ചാപ്റ്റേഴ്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. മോഡൽ എക്സാമിന് സാധാരണയിൽ മാറിയിട്ട് 7 മാർക്കിനാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് പരീക്ഷയിൽ ചോദ്യം വന്നത്. സാധാരണ നമുക്ക് എത്ര മാർക്കിന് 7 മാർക്കിന് ചോദ്യം വരാറുണ്ടോ? ഒരിക്കലുമില്ല. സാധാരണ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 5 മാർക്കാണ്. പക്ഷെ ഇത്തവണ അതിൽ നിന്ന് 7 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. അടുത്ത പബ്ലിക് എക്സാമിനും ചിലപ്പോൾ മാത്രമേ 7 മാർക്കിന് ചോദ്യം ഉണ്ടാവുള്ളൂ. സാധാരണ പോലെ 5 മാർക്കിന്റെ ചോദ്യം വരാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത്തവണ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് വെറും 3 മാർക്കിന് മാത്രമേ അതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, 5 മാർക്കിന് ചോദ്യം വരേണ്ടിയിരുന്ന ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ 3 മാർക്കിന്റെ ഒരു ഗ്രാഫ് വെച്ചിട്ടുള്ള ആ ഒരു ഡെറിവേഷൻ മാത്രമേ ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത പബ്ലിക് എക്സാമിന് ഈ 2 ചാപ്റ്റേഴ്സിനുള്ള മാർക്കുകൾ മേ ബി റീഅറേഞ്ച് ചെയ്യപ്പെടാം. 2ൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. റൈറ്റ്. അടുത്ത മോഷൻ ഇൻ എ പ്ലെയിൻ, ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. 8 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു മാറ്റവും ഇല്ല, എല്ലാ ഡെറിവേഷൻസും പഠിക്കണം കേട്ടോ. ലോസ് ഓഫ് മോഷൻ എഗെയിൻ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. 8 മാർക്ക് നിങ്ങൾ ഉറപ്പിക്കേണ്ട ചാപ്റ്ററാണ്, പഠിക്കേണ്ട ചാപ്റ്റർ. വർക്ക് എനർജി ആൻഡ് പവർ, 6 മാർക്കിന് വെയിറ്റേജ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് വർക്ക് എനർജി എന്ന് പറയുന്നത്. സോ ആദ്യത്തെ സെഗ്മെന്റ് ഓഫ് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ വളരെ വലിയ മാർക്ക് നമുക്ക് ഈസി ആയി തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. സോ മക്കളെ, അടുത്ത ചാപ്റ്റേഴ്സിലോട്ട് കടക്കുന്നു. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററാണ്. 5 മാർക്ക് മാത്രമേ അതിൻ്റെ വെയിറ്റേജ് വരുന്നുള്ളൂ. ഗ്രാവിറ്റേഷൻ 8 മാർക്ക്, ഏറ്റവും വെയിറ്റേജ് കൂടിയ മറ്റൊരു ചാപ്റ്ററാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന അത്രത്തോളം തന്നെ ഡെറിവേഷൻസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിന് വെയിറ്റേജ് കുറവാണ്, തീർത്തും കുറവാണ്. 4 മാർക്ക് മാത്രമേ സോളിഡ്സിന്റെ വെയിറ്റേജ് വരുന്നുള്ളൂ. ഫ്ലൂയിഡ്സ്, +1 ഫിസിക്സിലെ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്. 9 മാർക്കാണ് ഫ്ലൂയിഡ്സിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട, മനസ്സിരുത്തി പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ, ദാറ്റ് ഈസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അടുത്ത നെക്സ്റ്റ് സോർട്ട് ഓഫ് ചാപ്റ്റേഴ്സിലോട്ട് കിടക്കുന്നു. തെർമൽ പ്രോപ്പർട്ടീസ്, വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. 4 മാർക്ക് മാത്രമേ ഉള്ളൂ. തെർമോഡൈനാമിക്സിന് 5 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. കൈനറ്റിക് തിയറിക്ക് അതിനേക്കാളും കുറവാണ്, 3 മാർക്ക് മാത്രമേ വെയിറ്റേജ് ഉള്ളൂ. ഓസിലേഷനും 4 മാർക്ക്, വേവ്സിനും 4 മാർക്കാണ് നമ്മുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇത് മോഡൽ എക്സാം പ്രകാരമുള്ള വെയിറ്റേജ് ആണ്. ഇതിനകത്തൊന്നും മാർക്കുകൾ വ്യത്യാസപ്പെടാൻ സാധ്യതയില്ല. ആകെ മാറ്റം വരാൻ സാധ്യതയുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലും സ്ട്രെയിറ്റ് ലൈൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് മേ ബി മാറാം. 5-5 എന്ന രീതിയിൽ മേ ബി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാം എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളിലോട്ട് എത്തിക്കാം. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 8 ഡെറിവേഷൻസ് മാത്രമേ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൂ. വെറും 8 ഡെറിവേഷൻസ്. ടോട്ടലി +1ൽ 50ൽ കൂടുതൽ ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് 8 ഡെറിവേഷൻസ് മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നുള്ളൂ. എത്ര മാർക്കിനായിരിക്കും ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടാവുക? 19 മാർക്കിന് മാത്രമാണ് ഡെറിവേഷൻ ചോദിച്ചത്. 19 മാർക്ക് നമുക്ക് ഡെറിവേഷൻസിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷെ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം മാർക്കുകളും, അതായത് ഓൾമോസ്റ്റ് ഒരു 40 മാർക്കോളം അല്ലെങ്കിൽ 41 മാർക്കോളം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്
ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ക്വസ്റ്റ്യൻസും ഗ്രാഫും ഒക്കെ പഠിക്കുന്നതിലാണ്. സോ ഡെറിവേഷൻസ് മാത്രം ഊന്നൽ കൊടുത്തുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി നമുക്ക് പോരാ. കൂടെ തന്നെ പാരലലി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനും ഷോർട്ട് ക്വസ്റ്റ്യൻസിനും ഗ്രാഫുകൾക്കൊക്കെ വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. അതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നാളെ രാത്രി കൃത്യം 7 മണിക്ക് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്റേഴ്സിലെ മുഴുവൻ കാര്യങ്ങളും പഠിക്കുന്ന രീതിയിൽ അവസാന നിമിഷം ബ്രഷപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കിഡിലൻ സ്റ്റഡി പ്ലാൻ ആണ്. സോ ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. 7 മണിക്കാണ്. എല്ലാ +1 മക്കളും ഉണ്ടായിരിക്കണം. ഇത്തവണ ഫിസിക്സ് പരീക്ഷ നമ്മൾ തൂക്കുമെന്ന് പറയുന്നവരെല്ലാവരും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ വർത്താണെങ്കിൽ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. കാണാം.